മഴ പെയ്ത് ആകാശമൊക്കെ ഒന്ന് തെളിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് മധുരമുള്ള എന്തെങ്കിലും കഴിക്കണം എന്നൊരാഗ്രഹം. നല്ല കാലത്തിന് അമ്മ ആ സമയത്തേക്ക് ഒരു പഴുത്ത പപ്പായ കൊടുത്തയച്ചു. അപ്പോൾ ഒരു മാങ്ങയും കൂടി ചേർത്ത് ഞാൻ ഒരു നല്ല അടിപൊളിയായിട്ടൊരു ഹൽവ ഉണ്ടാക്കി. അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഒരു ചെറിയ പപ്പായ ആയിരുന്നു. അതും മാങ്ങയും കൂടി ഒരു 250 ഗ്രാമോളം കഷ്ണങ്ങളുണ്ടായിരുന്നു. അതിന് ഞാൻ നന്നായി അരച്ച് അതിൻ്റെ പ്യൂരി ഒരു കടായിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ അടി പിടിക്കാതിരിക്കാൻ നോക്കണം. അതിനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ആ നെയ്യിൽ കിടന്നിട്ട് ഈ പ്യൂരി നല്ല പോലെ വേവണം. വരട്ടി ഇങ്ങനെ എടുക്കണം. അടി പിടിക്കരുത്. നമ്മളെപ്പോഴും കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ നോക്കണം നിറം മാറുണ്ടോ, അടി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് പഞ്ചസാര ഇടുക. പഞ്ചസാര ഞാനൊരു 200 ഗ്രാമോളം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ഇട്ടാൽ മതി. എന്നിട്ട് അതിൻ്റെ നിറം മാറുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാനത് കലക്കി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിന് കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ വിടാതെ ഇളക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നല്ല പോലെ ഇളക്കി കൊണ്ടേയിരിക്കുക. നെയ്യ് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് 2 ടേബിൾ സ്പൂൺ കൊണ്ടൊന്നും മതിയാവില്ല. 4-5 ടേബിൾ സ്പൂൺ നെയ്യെങ്കിലും വേണ്ടി വരും. അതൊഴിച്ച് വരട്ടിയെടുക്കുക. കണ്ടു തന്നെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചീഞ്ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രം അത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ചിട്ട് നല്ലപോലെ ഗ്രീസ് ചെയ്ത് വെക്കുക. ഞാനൊരു ചെറിയ പാത്രം എടുത്തിരിക്കുന്നത്, അത്രയ്ക്കുള്ളതേ ഉള്ളൂ അതിൽ. ഇപ്പോൾ നോക്കിക്കോളൂ, ഏകദേശം ഇങ്ങനെ ഉരുണ്ട് വരണ പാകത്തിലാവണം. എന്നാലേ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല പോലെ ഇങ്ങനെ ഉരുണ്ട് വരണം. ഇപ്പോൾ ഒരുവിധം നല്ല പോലെ ആയി. ഞാൻ എന്നിട്ടത് ഒരു പാത്രത്തിലേക്ക് ആദ്യം കുറച്ച് കാഷ്നട്ട്സും കുറച്ച് ഉണക്കമുന്തിരിയൊക്കെ ഇട്ടിട്ട് അതങ്ങോട്ട് അതിൽ വെച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളത് തിരിച്ചിടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഒരു 1/2-3 മണിക്കൂർ തന്നെ അതിൻ്റെ ചൂടൊന്ന് നല്ലോണം പോകണം. എന്നിട്ട് നമ്മളത് ആ പാത്രത്തിൽ നിന്ന് മറച്ചിടുമ്പോൾ ഏകദേശം ഇതുമാതിരിയാവും. കുറച്ചുകൂടി ഭംഗിയായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ കാഷ്നട്ട്സൊക്കെ വെച്ച് ഇതാക്കാം കേട്ടോ. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. മാങ്ങയുടെ ഒരു ഇളം പുളിയും പപ്പായയുടെ നല്ല മധുരവും പിന്നെ പഞ്ചസാരയൊക്കെ കൂടിയാകുമ്പോൾ നല്ല സ്വാദുണ്ട്. നെയ്യുണ്ട്. കുറേശ്ശെ കഴിച്ചാൽ മതി. പ്രായമായിട്ടുള്ളവരൊക്കെ കുറേശ്ശെ കഴിച്ചാൽ മതി. കുട്ടികൾക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നല്ല സ്വാദുള്ള ഒരു പപ്പായ മാംഗോ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പൂമ്പാറ്റകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാനം ക്ലിയറായപ്പോഴേ നല്ല ചണ്ടുള്ള പൂമ്പാറ്റകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്.